കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വാങ്ങുന്ന കാശിനോടുള്ള കൂറ്, ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം, എങ്ങനെ വേണമെങ്കിലും സാറിനതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷേ എനിക്കതിനെ ഒറ്റ പേരിൽ വിളിക്കാനാ ഇഷ്ടം. അത്ഭുതം. രവിവർമ്മൻ എന്നയാൾക്ക് തന്റെ ഭാര്യ ശ്രീലക്ഷ്മിയോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ള അത്ഭുതം. ഇനിയും ധാരാളം അതിരുകൾ ഭേദിക്കാനുള്ളതാ രവിയുടെയും ശ്രീയുടെയും പ്രണയം. ഇനി ഈ വീട്ടിൽ രവിയും കൺമണിയില്ല, രവിയും ശ്രീലക്ഷ്മിയും മാത്രമേ ഉള്ളൂ. ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നപ്പോ ഈ രൂപം അല്ല സാറിന്. എന്നാ സാർ ഇനി ആ രൂപത്തിൽ നടന്നാ മതി. കുറച്ചുകൂടി സുന്ദരനായിട്ട്. ഞാനാ സാറിനെ ഒരുക്കുന്നത്. ചെന്ന് കുളിക്ക്. ഇത് നോക്കിയമ്മേ. ഇത് കൊള്ളാല്ലേ? അത് ശരിയാ. ആഹാ, ബ്രദറിലേക്ക് മൊത്തത്തിൽ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് അല്പം ഗ്ലാമർ കൂടിയോന്നൊരു സംശയം. പൗഡർ ഇട്ടോ? ശ്രീലക്ഷ്മി വെറുതെ. എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് ശ്രീലക്ഷ്മി. താങ്ക് യു രേഖ മാഡം. എക്സ്ക്യൂസ് മീ, ശ്രീലക്ഷ്മി എന്നെ എന്താ ഇപ്പൊ വിളിച്ച? രേഖ മാഡം. എന്താ അങ്ങനെയല്ലേ? ഞാൻ അറിയാതെ മാഡത്തിന്റെ അമ്മയോടും മാഡത്തിനോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്നും വെച്ചേക്കരുത്. ഏയ്, അങ്ങനെയൊന്നുമില്ല ശ്രീലക്ഷ്മി. ഞങ്ങൾക്ക് ശ്രീലക്ഷ്മിയോട് ഒരു വിരോധവും ഇല്ല, സ്നേഹം മാത്രം. ആഹാ, രണ്ടാളും ഇറങ്ങിയോ? ദാ ഞാൻ ഇന്നല്പം പായസം ഉണ്ടാക്കി. ആഹാ, മദറുള്ള ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്നെന്നല്ല, ഇനി അങ്ങോട്ടും ഞാൻ സന്തോഷവതിയായിരിക്കും. എന്റെ മനസ്സ് പറയുന്നു ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിയെന്ന്. അതിന് ഈ വീട്ടിൽ എന്താ അമ്മേ പ്രശ്നം? ഇവിടെയുള്ളവരും വന്നു കയറുന്നവരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഈ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതിപ്പോ നമ്മൾ എങ്ങനെ കഴുകിയാലും രണ്ട് കീടാണു നശിച്ചു പോകില്ല എന്ന് പരസ്യം കാണിക്കുന്നത് പോലെയാ ചിലരുടെ കാര്യം. രഘു പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചേട്ടായി, ചേട്ടായി പായസം കുടിക്കേ. ഏയ്, തനിയെ കഴിക്കാനല്ല പറഞ്ഞത്, ഏട്ടത്തിക്ക് കോരി കൊടുക്കണം. എത്ര നാളായി ഞങ്ങളൊക്കെ അങ്ങനെ ഒരു രംഗം കണ്ടിട്ട്. ഏട്ടത്തി, ഏട്ടത്തി മുൻകൈ എടുത്താലേ കാര്യങ്ങൾ നടക്കൂ.
ഉം. അല്ല മാത്രല്ലോ ഞങ്ങൾക്കില്ലേ പായസം പന്തിയില് പക്ഷാഭേദം പാടില്ലെന്നാ. ഒരു പക്ഷാഭേദവും ഇല്ല. അവർ ഓഫീസിൽ പോകുന്നത് കൊണ്ട് ആദ്യം അവർക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ. ഹലോ ഹലോ സാറേ, ഞാൻ വിളിച്ചതേ നാളത്തെ കാര്യം ഗായത്രി അമ്മയോട് ചോദിക്കാനാ. ഗായത്രി അമ്മയുടെ ഫോണൊന്ന് കൊടുക്കാമോ? ശരി സരോജാമ്മേ. ദാമ്മേ സരോജാമ്മേ. ഹലോ സരോജം. ഹലോ അമ്മേ, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു സരോജം. എന്തുണ്ട് വിശേഷം? ഞാൻ വിളിച്ചതേ നാളത്തെ കാര്യത്തെക്കുറിച്ച് അറിയാനാ. നിങ്ങൾ എല്ലാവരും വരില്ലേ? ഇവിടെ അടുത്തൊരു ഗണപതി അമ്പലമുണ്ട്, അവിടെ പോകാം എല്ലാവർക്കും കൂടി. അങ്ങോട്ട് വരണോന്ന് കരുതിയിരുന്നതാ സരോജം. പക്ഷേ രഘുവിന് വയ്യാതിരിക്കുക. അവനെ ഇവിടെ ആക്കിയിട്ട് വരാനും സാധിക്കില്ല, അവനെ കൊണ്ടുവരാനും പറ്റില്ല എന്ന അവസ്ഥയില. അതുകൊണ്ട് നാളെ ഞാൻ വരുന്നില്ല, വേറൊരു ദിവസം ആകട്ടെ. ആണോ? ആ എങ്കിൽ സാരയില്ല. അതെ, ഞാൻ വരുന്നില്ലെന്നേ ഉള്ളൂ. രവിയും ശ്രീലക്ഷ്മിയും ഒക്കെ വരും. ഞാൻ രവിയുടെ കൈ കൊടുക്കാം. സരോജാമ്മേ. ഹലോ സാറേ, സാറും മോളും വരില്ലേ നാളെ? സരോജാമ്മേ, നാളെ ഞാൻ ഫ്രീ അല്ല. എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോണം. അതാ. ഈശ്വര, നാളെയാണല്ലോ ചേച്ചിയുടെ ഓപ്പറേഷൻ. അമ്മയോടിപ്പം ഞാൻ എന്താ പറയും? നോക്കട്ടെ സരോജാമ്മേ, ഞാൻ ശ്രീലക്ഷ്മി. ഒരു സെക്കൻഡ്. ഹലോ അമ്മേ. മോളെ, മോളെ, നാളെ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അമ്മേ, സാറില്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. വേറൊരു ദിവസം വരാം അമ്മേ. ആ, മോൾക്ക് അസൗകര്യം വല്ലതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അസൗകര്യത്തിന്റെ കാര്യമല്ല അമ്മേ, സാറില്ലാതെ ഞാൻ വന്നിട്ട് എന്തിനാ? ഞാനും സാറും അമ്മയും എല്ലാവരും നാളെ കഴിഞ്ഞ് വേറൊരു ദിവസം വരാം. എനിക്ക് അങ്ങോട്ട് വരാൻ ഒരു വിശേഷ ദിവസത്തിന്റെ ആവശ്യമുണ്ടോ അമ്മേ? അതില്ല, മോൾ എപ്പോഴാന്ന് വെച്ചാ വന്നാ മതി. ശരി അമ്മേ, ഞങ്ങൾ ഓഫീസിലേക്ക് പോവാൻ നിക്ക്. ഞാൻ പിന്നീട് വിളിക്കാം. ശരി മോളെ. അവരാരും വരുന്നില്ലെന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു കാണും. സുദർശനും സരോജത്തിനും വിഷമായിട്ടുണ്ടാവും. ഏയ്, അത് സാരമില്ല അമ്മേ, ഞാൻ പിന്നീട് വിളിച്ച് സംസാരിച്ചോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. രഘു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഐ ആം ഓൾറൈറ്റ് ചേട്ടായി. ഓക്കെ, ഗുഡ്. ഏതായാലും നീ ഇന്നോട് റെസ്റ്റ് എടുക്ക്, നാളെ മുതൽ ഓഫീസ് വന്നാൽ മതി. ഓക്കെ ഓക്കെ ചേട്ടായി. വാ പോ. യോ പായസം. സർ, ഞാനൊന്ന് പോയി ദേവി ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, നാളെ ഓപ്പറേഷൻ അല്ലേ, സന്തോഷം ഉണ്ടെങ്കിലും ചേച്ചിക്ക് പേടി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം. സാറ് വരണ്ട സർ. സാറും കൂടി വന്നാ ചേച്ചിക്ക് അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയില്ല, അതാ. മറിച്ച് ഞാനാവുമ്പോ ചേച്ചി മനസ്സ് തുറന്ന് എന്നോട് സംസാരിക്കുകയും ചെയ്യും.
എന്നിട്ട് ഞാൻ അതുവഴി ഓഫീസിൽ വരാം സർ. ഓ ഓക്കെ, എന്നാ താൻ പോയിട്ട് വാ. താൻ വേറൊരു വണ്ടി എടുത്തോ. താങ്ക് യു സർ. അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അത് കള്ളം. ഞാൻ പറയാം എന്താണെന്ന്. ഇപ്പൊ നമ്മുടെ മുന്നിൽ നിന്നും ഓഫീസിലേക്ക് പോയത് കൺമണിയാണോ അതോ ശരിക്കും ശ്രീലക്ഷ്മി തന്നെയാണോ എന്നാണ് അമ്മ ആലോചിക്കുന്നത്. എന്താ ശരിയല്ലേ? നിനക്കതെങ്ങനെ മനസ്സിലായി? നമുക്ക് ഈ ആലോചന അല്ലാതെ വേറെ എന്താ കുറച്ചു ദിവസം കൊണ്ട് പണി? പക്ഷേ അവൾ അവളുടെ ചേച്ചിയോട് സംസാരിച്ചത് നമ്മൾ കേട്ടതല്ലേ? അത് ശരി തന്നെ. ചിലപ്പോ അത് സത്യമാവാം. അവള് കൺമണി തന്നെയാ. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പറയുന്നത് നമ്മളായതുകൊണ്ട് ആരും വിശ്വസിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അതായത് ഇനി ഒന്നിലും ഒരു പ്രതീക്ഷയും വെക്കണ്ടാന്ന്. അവള് ശ്രീലക്ഷ്മിയോ കൺമണിയോ ആരായാലും അവളെ തിരിച്ചറിയാൻ നമ്മൾ ഓടി നടന്നപ്പോ നമ്മൾ മറന്നുപോയ വേറൊരു കാര്യമുണ്ട്. നിന്റെ ഗർഭം. അവള് തിരികെ വന്നതുകൊണ്ടാ കൂടുതൽ ആരും ഇത് ശ്രദ്ധിക്കാത്തത്. പക്ഷേ ഇനി നമ്മളത് ശ്രദ്ധിച്ചേ പറ്റൂ. എന്ത് കൂടുതൽ ശ്രദ്ധിക്കാനാ? ഇടയ്ക്കിടയ്ക്ക് ഇല്ലാത്ത ഗർഭം ഉണ്ട് ഉണ്ട് എന്നങ്ങ് പറഞ്ഞാ പോരെ? പോരാ. പിന്നെ ഇനി മുതൽ എല്ലാവരും വിശ്വസിക്കണമെങ്കിൽ നിന്റെ രൂപത്തിലും മാറ്റം വരണം. നിന്റെ വയറ്റിൽ എന്തെങ്കിലും എടുത്ത് കെട്ടിവെക്കണമെന്ന്. ദേ അമ്മേ, അമ്മ പറഞ്ഞതിന് ശേഷമാ ഞാൻ ജിമ്മിലൊന്നും പോവാതെ വർക്കൗട്ട് നിർത്തി വീട്ടിലിരിക്കുന്നത്. ഉള്ള വയറൊക്കെ മതി. അത് പോരാ. ശ്രീലക്ഷ്മി തിരികെ വന്ന ആരവങ്ങൾ കഴിയുമ്പോ നിന്നെ വീണ്ടും എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങും. സംശയത്തിന്റെ ഒരു നൂലിഴ പോലും ഉണ്ടാവരുത് ആർക്കും. അല്ലെങ്കിൽ തന്നെ കുഞ്ഞിനെ കാണാനെന്നും പറഞ്ഞ് രഘു ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ രഘു കാണില്ലേ? അത് നീ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഒഴിവാക്കണം. എന്താ കള്ളം പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ അമ്മ വന്ന് കയറിയതിനു ശേഷം എന്നാ ഞാൻ ഈ വീട്ടില് സത്യം പറഞ്ഞിട്ടുള്ളത്? സത്യം പറഞ്ഞു എനിക്ക് തന്നെ സംശയമുണ്ട് ഞാനിപ്പോ ഗർഭിണിയാണോന്ന്. അതങ്ങനെയാടി. ഒരു കള്ളം പല ആവർത്തി പറഞ്ഞ ആ കള്ളം സത്യമായി മാറുമെന്ന് നീ കേട്ടിട്ടില്ലേ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനി എന്നാണാവോ? നീ എന്താ നേരത്തെ വന്നു? നിനക്കത് ഉറക്കമൊന്നുമില്ലേ? ഉള്ള ഒരു കൂട്ടുകാരൻ കാരണം ഉറക്കം പോയിട്ട് കുറെ ദിവസമായി. ഓ, അതെന്താ ആക്കിയൊരു സംസാരം? മുഖത്ത് അനാവശ്യമായിട്ടൊരു പുജ്ഞം ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പടനായകൻ ഒരു പടയിൽ തോറ്റ പടയാളികളെല്ലാം ഓടി ഒളിക്കും എന്നൊരു പഴഞ്ചൊല്ലി നീ കേട്ടിട്ടില്ലേ? അതുപോലെ ഈ പടന് ഓടി ഒളിക്കാൻ പറ്റില്ലല്ലോ. പട നീങ്ങുമ്പോ ഇടയിൽ കിടന്ന് ഓടരുത് എന്നും ഒരു പഴഞ്ചൊല്ലുണ്ട്. പട കണ്ട കുതിര പന്തിയിൽ അടങ്ങില്ല. പടയിൽ ജയിച്ചവന് കച്ചകെട്ടുന്ന. പട പിഴച്ചാലും പടനായകൻ പിഴച്ചാലും ജീവൻ പോകുന്നത് പടയാളികളുടെയാ. ആ മതി, ഇനി നീ പോയി നിന്റെ ജോലി ചെയ്യും. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. അല്ല, നീ എന്തിനാ ഈ കൊച്ചുളുപ്പം കാലത്ത് ഇവിടെ വന്ന് എന്നെയും കാത്തിരിക്കുന്നത്? പഴഞ്ചൊല്ല് പറഞ്ഞു കളിക്കാനാ? രവി, എനിക്ക് നിന്നോട് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കണം. പറഞ്ഞോ. ഇപ്പോ നിന്റെ കൂടെയുള്ളത് നീ വിശ്വസിക്കുന്നത് പോലെ ശ്രീലക്ഷ്മിയാണോ?
അതോ ഞാൻ വിശ്വസിക്കുന്നത് പോലെ കൺമണിയാണോന്നറിയാൻ ഒരു വലിയ സാധ്യത ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ രണ്ടുപേരും പറയാൻ വിട്ടുപോയ ഒരു പഴഞ്ചൊല്ല് ഞാൻ ഇപ്പോ നീ പറഞ്ഞതിന് മറുപടിയായിട്ട് പറയാം. അതായത് പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെ സ്വന്തം വീട്ടിലിരുന്നാൽ അനിയത്തിക്കുട്ടിയും രാജലക്ഷ്മി അമ്മയും ഇത് തന്നെയാണ് പറയാനും സ്ഥാപിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പേടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ ഇവിടെ നീ ആ പേടി മാറ്റാനുള്ള വഴിയാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല രാജാറാം. ഇപ്പോ എല്ലാം കൊണ്ടും അവൾ എന്റെ ശ്രീലക്ഷ്മിയായി മാറിക്കഴിഞ്ഞു. മാറിക്കഴിഞ്ഞു. അതിൽ തന്നെയുണ്ട് ഒരു 100 സംശയം. മാറ്റിയതാണെന്ന് നീ തന്നെ പറയുന്നു. എത്ര നാളത്തേക്കാണ് ആ മാറ്റമെന്ന് നിനക്കറിയാമോ? ഞാൻ പറയുന്നതിൽ 2 കാര്യങ്ങളുണ്ട് രവി. ഒന്ന്, ആ പെൺകുട്ടി ശ്രീലക്ഷ്മി അല്ലെങ്കിലും നിനക്ക് അവളിൽ അങ്ങനൊരു സ്നേഹവും സംരക്ഷണവും തോന്നുന്നുണ്ടെങ്കിൽ നിന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ കഴിയാൻ ഒരുക്കമാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിനവൾ തയ്യാറല്ല എങ്കിൽ നീ മുഴുവനായും അവളിൽ അടിമപ്പെടും മുമ്പ് നിന്നെ എനിക്ക് രക്ഷിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, അത് വളരെ ഈസിയാണ്. ഇത് ശ്രീലക്ഷ്മി തന്നെ ആണെങ്കിൽ നീ കരുതുന്നത് പോലെ ഞാനും കണ്ണുമടച്ച് വിശ്വസിച്ചാൽ തന്നെ പിന്നെ ഈ കാര്യത്തിന്റെ തലയും വാലും തരംതിരിച്ചു നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിന് രണ്ടിനും നമുക്ക് ആദ്യം ഒരു വ്യക്തത വേണം. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ഉറപ്പിച്ച് പറയും? പല തവണ തല നാരിഴയ്ക്ക നമ്മൾ രക്ഷപ്പെട്ടത്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. പ്രത്യേകിച്ചും സംശയമുള്ളവർ വീട്ടിൽ തന്നെ ഉള്ളവരാവുമ്പോൾ. അതിപ്പോ അങ്ങനൊരു സംശയം ആർക്കും തോന്നേണ്ട കാര്യമില്ല രാജാറാം. രൂപം കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അതിപ്പോ എന്റെ ശ്രീലക്ഷ്മിയാണ്. ആയിക്കോട്ടെ, സമ്മതിക്കുന്നു. എന്റെ കാര്യം നീ വിട്ടേക്ക്. ബാക്കിയുള്ളവരുടെ കാര്യവും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് പോലെ അവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനാവുമോ നിനക്ക്? ഇനി ഇതിനോടകം തന്നെ നിന്റെ അനിയത്തിക്കുട്ടിയും അവരുടെ അമ്മയും ഒക്കെ എന്തെല്ലാം കണ്ടുപിടിച്ച് വച്ചേക്കുന്നെന്ന് നമുക്ക് പോലും അറിയില്ല. ഇനി അതെല്ലാം മനഃപൂർവ്വമായി മറന്നാൽ തന്നെ നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി നീ നേരെ സംസാരിച്ചിട്ട് ഇന്ന് എത്ര ദിവസമായെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാൻ. ഒരു തവണ, ഈ ഒരു തവണത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നീ സമ്മതിക്കണം. ഇത് നിന്നോട് പറയാതെ ചെയ്യാമായിരുന്നിട്ടും ഞാനിപ്പോഴും നിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കുന്നത് നിന്നെ മറിച്ച് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. ശരി, എൻ്റെ അമ്മയും നിന്നെയും ഓർത്ത് മാത്രം ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യം, നീ ചെയ്യാൻ പോകുന്നത് എന്താണോ അത് ഒരിക്കലും ശ്രീലക്ഷ്മി അറിയരുത്. ഒരു തരത്തിലും ഇതും പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ഇല്ല രവി, ഇതിൽ കൂടി ഞാൻ പരാജയപ്പെട്ട ഇനി മേലിൽ ഈ ഒരു കാര്യവും പറഞ്ഞ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കില്ല. ഓക്കെ, അഗ്രീഡ്. വാട്ട്സ് യുവർ പ്ലാൻ? ഇത് കൺമണിയുടെ ഫിംഗർ പ്രിന്റ്. ഞാൻ മനഃപൂർവ്വം വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതും ശ്രീലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റും ഒന്നാണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അതിനിപ്പോ ശ്രീലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റ് അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. അതിന് ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.
രണ്ടും രണ്ടാണെന്ന് തെളിഞ്ഞ ബാക്കി ഞാൻ പറയണ്ടല്ലോ.